വിദ്യാർത്ഥി ജീവിതത്തിൽ മിച്ചഭൂമി സമരത്തിൽ പങ്കെടുത്ത് 30 ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്ന ഒരാളാണ് ഞാൻ. NGO അധ്യാപക സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും റിമാൻഡിലായിട്ടുണ്ട്. മന്ത്രിയായിരിക്കുന്ന സമയത്ത് എൻ്റെ പേരിലുള്ള ഒരു പ്രധാനപ്പെട്ട കേസിൽ ഒറ്റപ്പാലം കോടതി 2.5 വർഷം ശിക്ഷിച്ചിരുന്നു. പക്ഷെ പിറ്റേ ദിവസം തന്നെ ഞാൻ കൺവിക്ഷനും സെൻറ്റൻസും സ്റ്റേ ചെയ്യിപ്പിച്ചു. എൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ലാതാക്കി. കേസ് വിധി വന്നു. പക്ഷേ ഒരു ദിവസം പോലും മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടില്ല. ഇപ്പം വിധി വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ രാജിവെക്കുകയാണ്. അതിലേക്ക് ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് കേസും കോടതിയും എന്നെ സംബന്ധിച്ചിടത്തോളം പുത്തിരിയല്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ചാപ്റ്റർ സെക്രട്ടറി മുഹമ്മദ് ഷിഹാബ് എലിയാസ് ഷിഹാബ് പോക്കൂട്ടൂരിന് വേണ്ടി അഡ്വക്കേറ്റ് അമീൻ ഹസൻ എറണാകുളം, അദ്ദേഹമാണ് എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതും എന്നെയും എൻ്റെ പാർട്ടിയെയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടി പരപ്രേരണയിൽ ഗൂഢ ഉദ്ദേശത്തോടെ കെട്ടിച്ചമച്ചതാണ്. ഇതുവഴി ഒരു ന്യൂനപക്ഷ വിരുദ്ധ മനസ്സിൻ്റെ ഉടമയാണ് ഞാൻ എന്ന് വരുത്തുന്നതിനുള്ള ശ്രമവുമുണ്ട്. കഴിഞ്ഞ 60 വർഷത്തിലേറെക്കാലം നീണ്ടു നിന്നതാണ് എൻ്റെ പൊതുപ്രവർത്തനം. വിദ്യാർത്ഥി ട്രേഡ് യൂണിയൻ പ്രവർത്തനം വഴിയാണ് CPM-ൻ്റെ നേതൃത്വത്തിലെത്തിയത്. അതിൻ്റെ ഇടയിൽ MP, MLA, മന്ത്രി എന്ന നിലയിൽ ഞാൻ നടത്തിയ പ്രവർത്തനം പൊതുജനങ്ങളിൽ ഒരു രൂപത്തിലുമുള്ള ആക്ഷേപം ഉണ്ടാക്കിയിട്ടില്ല. ആകർഷകമായ ഒരു പ്രൊഫഷണൽ ജീവിതം വേണ്ടെന്ന് വെച്ചാണ് പൊതുപ്രവർത്തനത്തിൽ ഞാൻ ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് സാമ്പത്തികമായി അത്തരം വളരെ മെച്ചപ്പെട്ടൊരു സ്ഥിതിയായിരുന്നില്ല എൻ്റെ കുടുംബജീവിതം. തൊഴിലാളി വർഗ കൂറും പ്രതിബദ്ധതയും എൻ്റെ പാർട്ടിയോടുള്ള വിശ്വാസ്യതയും സംരക്ഷിച്ചുകൊണ്ട് അഴിമതി വിമുക്ത തൊഴിലാളി വർഗ സംസ്കാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ഇന്നും ഞാൻ ജീവിക്കുകയാണ്. എൻ്റെ കുടുംബജീവിതവും ഇതിനേറെ സഹായിച്ചു. പൊതുജീവിതത്തിൽ ഇന്നേ വരെ മതനിരപേക്ഷതക്കെതിരായിട്ടോ മതന്യൂനപക്ഷ വിരുദ്ധ സമീപനമോ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, മതന്യൂനപക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത ഉയർത്തുന്ന ഫാസിസ്റ്റ് വെല്ലുവിളിക്കെതിരായി ശബ്ദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ശബ്ദിച്ചിട്ടുണ്ട്. ഇത് അവസാനം വരെ ഉണ്ടാവും. ഇതാണ് എൻ്റെ ചരിത്രം. എനിക്കെതിരായി നോട്ടീസ് അയച്ച ജമാഅത്തെ ഹിന്ദ് അതിൻ്റെ സെക്രട്ടറി അവരുടെ പ്രസ്ഥാനത്തിൻ്റെ നയമെന്താണ്, ലക്ഷ്യമെന്താണ് എന്ന് പ്രഖ്യാപിക്കണം. അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കണം. ഈ കത്തിൻ്റെ അകത്ത് ഞാൻ കണ്ടില്ല. ഞാൻ ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മൂല്യങ്ങളെന്ന ഭരണഘടനാദത്തമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരാളാണ്. ഇന്ത്യൻ ഭരണഘടന അപ്ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിൽ പറഞ്ഞ സോഷ്യലിസ്റ്റ് ആശയം തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട്
യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സംഘടന ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നുണ്ടോ? മതനിരപേക്ഷത അംഗീകരിക്കുന്നുണ്ടോ? മറിച്ച് ഒരു മതരാഷ്ട്രവാദമാണോ അവരുടെ ലക്ഷ്യം എന്നതിനെ സംബന്ധിച്ച വ്യക്തത പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടാക്കിക്കൊടുത്തതിന് ശേഷമായിരിക്കണം എനിക്ക് നോട്ടീസ് അയക്കേണ്ടിയിരുന്നത്. വ്യക്തിജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും ഔപചാരിക ജീവിതത്തിലും എതിരാളികളുമായി ഏറ്റുമുട്ടുമ്പോഴും പെരുമാറുമ്പോഴും സഭ്യമായ പെരുമാറ്റവും വ്യക്തിപരമായ ആദരവും മാനിക്കാതെ ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. സഖാവ് VSൻ്റെയും സഖാവ് പിണറായിയുടെയും ഗവൺമെൻറ്റുകളിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു. ഈ വകുപ്പുകൾ പരമാവധി ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. പ്രത്യേകിച്ച് വൈദ്യുതി, പട്ടികജാതി, പിന്നോക്ക സാംസ്കാരിക വകുപ്പുകളിൽ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ചു. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. വിമർശനങ്ങളെ ഒരിക്കലും എതിരാളികളെ അപമാനിക്കുന്നതിനോ അവഹേളിക്കുന്നതിനോ അധിക്ഷേപിക്കുന്നതിനോ വേണ്ടി ഞാൻ നാളിതുവരെ ശ്രമിച്ചിട്ടില്ല. ഒരു മാതൃകാപരമായ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം ഉൾക്കൊണ്ടുകൊണ്ടാണ് പൊതുജീവിതത്തിൽ എളിയ മേൽവിലാസം എനിക്ക് ലഭിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ അടുത്ത കാലത്ത് KP കേശവമേനോൻ അവാർഡ് അതിൻ്റെ ട്രസ്റ്റ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും രൂപത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇതുവരെ അപമാനിക്കപ്പെട്ടിട്ടില്ല. കമ്മ്യൂണൽ ഹാർമണിയെ, മത സൗഹാർദ്ദത്തെ അനിക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്കോ പ്രവൃത്തിയോ എൻ്റെ ഭാഗത്തുണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.